ഒപ്പം ഇപ്പോൾ മുൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി VN പ്രസൂദ് ചേരുന്നുണ്ട്. പ്രസൂദ്, ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഇതിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ ഇത്രയും കാർക്കശ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടോ? ഹലോ, കേൾക്കാമല്ലോ? പറഞ്ഞോളൂ. ഇത് കാർക്കശ്യം എന്നുള്ളതല്ല, ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. വെയിറ്റ് കറക്റ്റ് ആകണമായിരുന്നു. കാര്യം ഇത് ഇന്റർനാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനമാണ്. അത് സുതാര്യമാണ്. എല്ലാ കോച്ചസും എല്ലാ റെസ്ലേഴ്സും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും വെയിറ്റ് എടുക്കുന്നത്. 50 കിലോയിൽ പങ്കെടുക്കുന്ന ആളിന് 50 കിലോ മാത്രമേ പാടുള്ളൂ. 10 ഗ്രാം പോലും കൂടാൻ സമ്മതിക്കത്തില്ല. അത് ഓരോ ദിവസവും രാവിലെ വെയിറ്റ് എടുക്കണം. മത്സരം ഉള്ള ദിവസം മാത്രം വെയിറ്റ് എടുത്താൽ മതി. അങ്ങനെയാണ് ഇതിന്റെ തീരുമാനം. ഇത് നമ്മൾ പറയുന്ന പറഞ്ഞ വിനീഷ് ഫോഗട്ട് ആകട്ടെ, അവരുടെ കോച്ചാകട്ടെ, ഇന്ത്യയുടെ ബാക്കി പോയിട്ടുള്ള ടെക്നിക്കൽ സൈഡിലുള്ളവരായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത്രത്തോളം 50 കിലോയിൽ പങ്കെടുത്ത വിനീഷ് ഫോഗട്ട് ഇന്നലെ രാവിലെ വെയിറ്റ് കൊടുത്തു. അതായത് കഴിഞ്ഞ 2 ദിവസത്തെ നിരന്തരമായ വെയിറ്റ് കൺട്രോളിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ വെയിറ്റ് എടുത്തതിന് ശേഷം വിനീഷ് ഫോഗട്ട് അദ്ദേഹത്തിന്റെ കോച്ചിന്റെ നിർദ്ദേശപ്രകാരം ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിച്ചാണ് ഇന്നലെ 3 മത്സരങ്ങൾ പങ്കെടുത്തത്. ഈ 3 മത്സരങ്ങൾക്ക് ഇന്റർവെല്ലിനനുസരിച്ച് അതിനുള്ള ആഹാരം, പ്രോട്ടീനും എല്ലാം ഉപയോഗിച്ചായിരിക്കും മത്സരിച്ചിട്ടുള്ളത് വ്യക്തമാണ്. എല്ലാ കുസ്തിക്കാരും അങ്ങനെയാണ്. പക്ഷെ വൈകുന്നേരം എനിക്ക് തോന്നുന്നു 3 മത്സരം കഴിഞ്ഞ ശേഷം രാത്രി നോക്കിയപ്പോൾ ഈ വിനീഷ് ഫോഗട്ടിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും തീർച്ചയായിട്ടും. അത് രാവിലെ 8 മണിക്ക് മുമ്പ് അവർ പറഞ്ഞേക്കുന്ന കൃത്യസമയത്തിന് മുമ്പ് കുറയ്ക്കണം. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വെയിറ്റ് കുറച്ച് കൃത്യസമയത്ത് അവസാന നിമിഷമാണ് ഈ വെയിറ്റ് കുറയാൻ നിവൃത്തിയില്ല, 100 ഗ്രാമിലും കുറയുന്നില്ല എന്നുള്ള അവസരം. അതിനാണ് ആ വെയിറ്റില് ഔദ്യോഗിക വെയിറ്റിലോട്ട് കയറിയപ്പോൾ 100 ഗ്രാം കൂടിപ്പോയായിട്ട് കണ്ടത്. പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഔദ്യോഗിക സമയത്തിനുള്ളിൽ ഇന്ന് മത്സരിക്കുന്ന 10 പേരുടെ, ഇവരുടെ കൂടെ മാത്രം 8 പേരുണ്ട്. ആ 8 പേരുടെ മുന്നിലുള്ള ഓരോ കുസ്തിക്കാരും ആ രാജ്യത്തെ കോച്ചിന്റെ ഉത്തരവാദിത്തത്തിൽ വെയിറ്റ് കൊടുത്തപ്പോൾ ഈ വിനീഷ് ഫോഗട്ടിന് 100 ഗ്രാം കൂടിയതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡീഹൈഡ്രേഷൻ ആണെന്നാണ്. അത് എന്താ പറഞ്ഞാലും ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. ക്ലിനിക്കലാണ്. അതായത് ഡീഹൈഡ്രേഷൻ ആയിരിക്കുമല്ലോ. വെയിറ്റ് കുറഞ്ഞില്ല എങ്കിൽ ഒരുപാട് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം ശരീരത്തിൽ കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. പക്ഷെ കുറച്ചിരുന്നെങ്കിൽ ഒരു 14 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഇന്നത്തെ ഫൈനല്. റിക്യൂപ്പ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമായി പോയി. കയ്യിൽ കൊണ്ടുവന്ന ഒരു മെഡൽ ഇല്ലാതെ പോയത്. അത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനം അത് വളരെ കറക്റ്റാണ്. ആരായിരുന്നാലും, ഇപ്പൊ വിനീഷ് ഫോഗട്ടല്ല, അവരുടെ കൂടെ മത്സരിക്കുന്ന അമേരിക്കക്കാർ ഇന്ന് ഫൈനലിൽ മത്സരിക്കുന്നതിന് വെയിറ്റ് കൂടിയായിരുന്നാലും അത് അംഗീകരിക്കുന്നില്ല. അതാണ് നിയമം. അതനുസരിച്ചാണ്. പ്രസൂദ്, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. കായിക താരങ്ങൾ തന്നെ ഇതിലെന്തോ ഒരു ദുരൂഹത, ഇന്ത്യക്കെതിരെ ഒരു ദുരൂഹത എന്തോ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കൺട്രോളിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി സുതാര്യമായിട്ട് ട്രാൻസ്പറൻസിയിലെ ഓരോ ഗുസ്തിക്കാരും ചെന്ന് വെയിറ്റ് എടുക്കുമ്പോൾ അവരുടെ വെയിറ്റും കാര്യങ്ങളും എല്ലാവർക്കും കാണുന്ന രീതിയിലുള്ള വീഡിയോ സിസ്റ്റം കൈകാര്യം ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ആണ്. അതിലൊന്നും വേറെ ഒന്നുമില്ല. കുറഞ്ഞില്ല. അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കും. അവരെല്ലാം എതിർക്കും. ആർക്ക് കുറഞ്ഞില്ലെങ്കിലും ഞാനും ഈ പറഞ്ഞ പോലെ ആൾ ഇന്ത്യ ഇൻട്രോൾസിലേക്കൊക്കെ ദിവസവും വെയിങ് ഉണ്ടായിരുന്നു. ഞാൻ ജയിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ആൾ ഇന്ത്യ ഇൻട്രോൾസിൽ 3 സിൽവർ മെഡൽ കിട്ടിയ ആളാണ്. ഓരോ ദിവസം വെയിങ്ങിനാണ്. എന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരെയും വെയിറ്റ് നിന്നൊരാ വെയിറ്റ് എടുക്കുന്ന ദിവസം വെയിറ്റ് കൂടുതലായപ്പോൾ അവരെല്ലാം മാറ്റിവിടുകയാണ് ചെയ്തത്. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് വെയിറ്റ് ആയതുകൊണ്ട് എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കണ്ട് ശീലിച്ചിട്ടുള്ളത് എനിക്കറിയാം. വെയിങ് എന്നെല്ലാം മത്സരം ഉണ്ടോ അന്നെല്ലാം വെയിറ്റ് എടുക്കണമെന്നാണ് ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിനും കോമൺവെൽത്ത് ഗെയിംസിനും ഉള്ള തീരുമാനം. തീർച്ചയായും പ്രസൂദ്, വളരെ നന്ദി. റെസ്ലിംഗ് ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും ഇതൊരു കൃത്യമായി നിയമം പ്രകാരം നടന്നു പോകുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് എത്തേണ്ടി വന്നത്. ഒരിക്കലും ഒരു ദുരൂഹതയോ ഒന്നും അല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത്. കാരണം വർഷങ്ങളായി തുടർന്നു വരുന്ന ചില നിയമങ്ങൾ തന്നെയാണ്. എന്തായാലും നേരത്തെയും അതിനെക്കുറിച്ചുള്ള വിവരമുണ്ട്. കൃത്യമായൊരു സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ആ ഒരു സമയത്ത് ഭാരം കുറയ്ക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അയോഗ്യയാക്കപ്പെട്ടു എന്നുള്ള നില തന്നെയാണ്. എന്തായാലും നമ്മൾ കമലേഷിലേക്ക് എന്തായാലും തിരിച്ചെത്തുന്നു. കമലേഷ്, എന്തായാലും വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു ഗുസ്തി മത്സരത്തിൻ്റെ
തുടർ നടപടി അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ആ ഒരു മത്സരം?